ആരും ആർക്കും പകരക്കാരാവില്ല. ഒരു വിരാട് കോഹ്ലി ഇനിയുണ്ടാകില്ല. ഒരു രോഹിത് ശർമ്മയെയും പ്രതീക്ഷിക്കരുത്. എന്നാൽ അവിടെ തീർന്നു ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് സംശയിച്ചവർക്ക് ശുഭ്മാൻ ഗില്ലുണ്ട്, യശസ്വി ജയ്സ്വാളുണ്ട്, ഋഷഭ് പന്തുണ്ട്. ഇതിഹാസങ്ങളെ ഇന്ത്യൻ ക്രിക്കറ്റ് മിസ് ചെയ്യേണ്ടി വരില്ലെന്ന് ആരാധകർക്ക് ഉറപ്പു നൽകുകയാണ് ഇന്ത്യയുടെ യുവ കേസരികൾ. ലീഡ്സിലെ പേസ് ബോളിംഗിന് ആനുകൂല്യം ലഭിക്കുന്ന പിച്ചിൽ ആദ്യം പന്തെറിയാനായിരുന്നു ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗില്ലിന് താൽപര്യം. ടോസ് പക്ഷേ ബെൻ സ്റ്റോക്സിന്. ബാറ്റിംഗ് തകർച്ച പ്രതീക്ഷിച്ചവർക്ക് മുന്നിൽ ഇന്ത്യൻ ബാറ്റർമാർ ഇംഗ്ലണ്ടിന്റെ പേസ് നിരയുടെ നടുവൊടിച്ചു. യശസ്വി ജയ്സ്വാളും ശുഭ്മാൻ ഗില്ലും ഒടുവിൽ ഋഷഭ് പന്തും സെഞ്ചുറി തിളക്കത്തോടെ കളം വിടുമ്പോൾ റൺമല കയറിയിരുന്നു ഇന്ത്യ. ഇനി ബുംറയുടെയും സംഘത്തിന്റെയും കയ്യിലാണ് മത്സരം. മികച്ച സ്കോർ പടുത്തുയർത്തിയെന്നത് മാത്രമല്ല, ഇതിഹാസങ്ങൾ പടിയിറങ്ങിയപ്പോൾ തകർന്ന ആരാധകർക്ക് ആത്മവിശ്വാസം നൽകുകയായിരുന്നു മൂവരും. രോഹിത്തിന്റെ കയ്യിൽ നിന്ന് നായകസ്ഥാനവും വിരാട് കോഹ്ലിയിൽ നിന്ന് 4-ാം നമ്പറും കയ്യിലെത്തിയ ശുഭ്മാൻ ഗില്ലിന് ആദ്യ മത്സരത്തിൽ യാതൊരു സമ്മർദ്ദവും ഉണ്ടായില്ല. ബാറ്റ് ചെയ്യുമ്പോൾ നായകനായല്ല ബാറ്ററാണെന്ന് മാത്രമാണ് ചിന്തിക്കുന്നതെന്ന ഗില്ലിന്റെ വാക്കുകൾ ക്രീസിൽ കണ്ടു. ആദ്യം ജയ്സ്വാളിനൊപ്പം 129 റൺസിന്റെയും പിന്നീട് ഋഷഭ് പന്തിനൊപ്പം 209 റൺസിന്റെയും കൂട്ടുകെട്ട് പടുത്തുയർത്തി നായകൻ ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ നെടുന്തൂണായി. 147 റൺസെടുത്ത് ഗിൽ പുറത്താകുമ്പോൾ ഇന്ത്യ പ്രതീക്ഷിച്ച സ്കോറിൽ എത്തിയിരുന്നു. ടെസ്റ്റിൽ ഗില്ലിന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന സ്കോർ. ടെസ്റ്റിൽ നായകനായി അരങ്ങേറ്റത്തിൽ സെഞ്ചുറി നേടുന്ന 5ാമത്തെ ഇന്ത്യൻ താരമായി ശുഭ്മാൻ ഗിൽ. അരങ്ങേറ്റത്തിൽ നായകനും ഉപനായകനും സെഞ്ചുറി നേടുന്ന ആദ്യ മത്സരമാണ് ഇത്. യശസ്വി ജയ്സ്വാളും ചരിത്ര നേട്ടമാണ് സ്വന്തമാക്കിയത്. വെസ്റ്റ് ഇൻഡീസിൽ അരങ്ങേറ്റത്തിൽ സെഞ്ചുറി കുറിച്ച യശസ്വി 23 വയസ്സിനുള്ളിൽ ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും സെഞ്ചുറി നേടി. ഇംഗ്ലണ്ടിനെതിരെ 500 റൺസിന് മുകളിൽ നേടിയ താരങ്ങളിൽ ഏറ്റവും മികച്ച ശരാശരി യശസ്വിക്കാണ്. ഡോൺ ബ്രാഡ്മാനെ പിന്തള്ളിയാണ് നേട്ടം. 90-ന് മുകളിൽ ശരാശരിയുള്ള ഒരേയൊരു താരം. തന്റെ നേർക്കുവന്ന എല്ലാ വിമർശനങ്ങളെയും അടിച്ചു പറത്തിയാണ് ഋഷഭ് പന്തിന്റെ തിരിച്ചുവരവ്. ഓസ്ട്രേലിയയിൽ ഷോർട്ട് സെലക്ഷന്റെ പേരിൽ ഒരിക്കൽ സ്റ്റുപ്പിഡ് 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 എന്ന് കമന്ററിക്കിടെ അലറിയ അതേ സുനിൽ ഗാവസ്കർ ഇന്നലെ സൂപ്പർബ് 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 എന്ന് ഋഷഭ് പന്തിനെ അനുമോദിച്ചു. സേനാ രാജ്യങ്ങളിലെ പിച്ച് മറ്റെല്ലാ ബാറ്റർമാർക്കും വെല്ലുവിളിയെങ്കിൽ പന്തിനിത് കുട്ടിക്കളിയാണ്. ഇതുവരെ നേടിയ 7 സെഞ്ചുറികളിൽ 5ഉം സേനാ രാജ്യങ്ങളിൽ. 7 സെഞ്ചുറിയിൽ എത്തിയതോടെ ഏറ്റവും അധികം സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ എന്ന മഹേന്ദ്ര സിംഗ് ധോണിയുടെ റെക്കോർഡും ഋഷഭ് പന്ത് സ്വന്തമാക്കി. ഇംഗ്ലണ്ടിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന വിദേശ വിക്കറ്റ് കീപ്പർ ബാറ്ററും ഋഷഭ് പന്ത് തന്നെയാണ്. ഋഷഭ് പന്തിന്റെ അലസമായ ഷോട്ടുകളോട് വിയോജിപ്പുള്ളവർ കാണും. പക്ഷേ അയാൾ ടെസ്റ്റ് ക്രിക്കറ്റിനെ 2020 ആക്കി മാറ്റി രസിപ്പിക്കുന്ന താരമാണ്. അതുകൊണ്ട് തന്നെയാണ് സെഞ്ചുറിയിലേക്ക് സിക്സർ അടിക്കാനും ആഘോഷിക്കാൻ തലകുത്തി മറിയാനും പന്തിന് സാധിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഋഷഭ് പന്തിന്റെ കുട്ടിക്കളി കണ്ട് വിസ്മയിച്ച് ലീഡ്സിലെ ഇംഗ്ലണ്ട് ആരാധകർ പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നതും. സിക്സർ നേട്ടത്തിൽ വീരേന്ദർ സെവാഗനും രോഹിത്തിനും തൊട്ടുപിന്നിൽ ഇന്ത്യൻ ബാറ്റർമാരിൽ 3-ാം സ്ഥാനത്തെത്താനും ഇന്നലത്തെ മിന്നും പ്രകടനത്തോടെ ഋഷഭ് പന്തിനായി. ഇന്ത്യയുടെ 3 താരങ്ങളും സെഞ്ചുറി നേടിയെന്നത് മാത്രമല്ല, കരിയറിലെ നാഴികക്കല്ലുകളും ക്രിക്കറ്റിലെ നിരവധി റെക്കോർഡുകളും മറികടന്ന ദിവസം കൂടിയാണ്. ഒരു പതിറ്റാണ്ട് കാലമെങ്കിലും നീണ്ടു നിൽക്കുന്ന പ്രതീക്ഷയാണ് ഇന്ത്യൻ ആരാധകർക്ക്. ഇതിഹാസങ്ങൾക്ക് പകരമാവില്ല ആരും. പക്ഷേ ഇതിഹാസ താരങ്ങൾ ബാക്കി വെച്ചതെല്ലാം ഇന്ത്യക്ക് നേടിത്തരാൻ കരുത്തുറ്റ യുവനിരയുണ്ട് എന്നത് തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പ്രതീക്ഷ.